അസ്സലാമലൈക്കും, നമസ്കാരം ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും എത്തിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ വീണ്ടും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അപ്പം ഞാൻ എല്ലാ നാളിലും വന്നിട്ട് ഇങ്ങനെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ എന്തെല്ലോ ചെല്ലും, ഒന്നും പാങ്ങാന്നില്ല എന്ന് എഴുതിയിട്ട് ഞാൻ എല്ലാം ഡിലീറ്റ് ആക്കും. ഇന്നും അങ്ങനെ വന്നിന്. ഇന്നിപ്പോൾ 20-28 ടേക്ക് എന്താ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനും തൊട്ടൊന്നും വീണ്ടും ഒന്നും ഇല്ല ഇത്. ഏതായാലും എല്ലാവർക്കും എൻ്റെ പുതിയൊരു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ട്രിപ്പ് വാഷിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ മെഷീൻ ബിസി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാക്കാം. അപ്പം അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് ബിസിയും പറയാം. അപ്പോൾ കഥ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു കട്ടൻ ചായ കുടിക്കാം. കാലത്തെ കട്ടൻ ചായ കുടിച്ചെങ്കിൽ ഒരു ഉന്മേഷം വരുന്നു. പിന്നെ എന്തെങ്കിലും ബണ്ടൽ വിടുന്നതിന് മുന്നേ കട്ടൻ ചായ കുടിക്കണമെന്ന് പണ്ട് എൻ്റെ കാക്കാൻ്റെ വന്നിട്ട് ചെല്ലിനായി. അപ്പോൾ ആ പാരമ്പര്യം നമ്മൾ കളയാൻ കഴിയില്ലല്ലോ. ഇത് കട്ടൻ ചായനെ കുറിച്ച് ചെല്ലും എനിക്കൊരു 2 വിഷയം ചെല്ലിയില്ലെങ്കിൽ കട്ടൻ ചായനോട് ഞാനൊരു നീതി പുലർത്താത്ത ഒരാളായി പോകും. കട്ടൻ ചായ എപ്പോഴും ഒരു കട്ടൻ ചായ തന്നെ. ഇപ്പൊ കട്ടൻ ചായ ഒരു മെൻസന്റെ ഒരു നാള് ഫുള്ള് തീരുമാനിക്കുന്ന ഈ കട്ടൻ ചായയാണ്. ഇപ്പൊ ചില ആൾക്കാർ കട്ടൻ ചായ ലൈറ്റ് ആയിട്ട് കുടിക്കുന്ന കട്ടൻ ചായ ഉണ്ടാവും. ചില ആൾക്കാർ സ്ട്രോങ് ആയിട്ട് കുടിക്കും. ഇപ്പൊ ലൈറ്റ് ആയിട്ട് കുടിക്കേണ്ട ആൾക്ക് കുറച്ച് സ്ട്രോങ് ആയി പോയെങ്കിൽ അന്നത്തെ നാള് മൊത്തം കോളായി. സ്ട്രോങ് ആയിട്ട് കുടിക്കുന്ന ആൾക്ക് ലൈറ്റ് ആയെങ്കിലും അന്നത്തെ നാളിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ കട്ടൻ ചായ ഒരു മെൻസന്റെ നാളെ തന്നെ തീരുമാനിക്കുന്നു. പിന്നെ ചില ആൾക്കാർ കട്ടൻ ചായ കുടിക്കാത്ത ആളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്തായാലും ഡെയിലി ലൈഫിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ടാവും. വെള്ളത്തിന് ചൂടാക്കിയും ചൂടുവെള്ളമായി. ചൂടുവെള്ളത്തിൽ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് പഞ്ചാര ആവശ്യമുണ്ടെങ്കിൽ അതും കട്ടൻ ചായ ആയി. പിന്നെ പാൽപ്പൊടിയും പാലും മാത്രം ഇട്ടെങ്കിൽ അതൊരു പാൽ ചായ എന്നുള്ളൂ. എല്ലാം കൊണ്ടൊരു കട്ടൻ ചായ തന്നെയല്ലേ. കട്ടൻ ചായനെ ആരും തള്ളിപ്പറയരുത്. കട്ടൻ ചായ എപ്പോഴും ഒരു ഇമ്പോർട്ടന്റ് സാധനം തന്നെ. അപ്പൊ കട്ടൻ ചായക്ക് ഇരിക്കട്ടെ ഇന്നത്തെ സ്പെഷ്യൽ ഷൗട്ട് ഔട്ട്. അപ്പൊ കട്ടൻ ചായ കുടിക്കാം. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന് തോന്നി. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇവിടെ ഖത്തറിൽ ജോലി ചെയ്യാണ്. അപ്പോൾ ഇനി വരുന്ന കുറേ വീഡിയോസിൽ ഖത്തറിൻ്റെ മനോഹരമായ കാഴ്ചകളും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ജോലികളും എല്ലാത്തിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഖത്തറിൻ്റെ ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഖത്തറിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യം നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, കാര്യമായിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലാഗ് അടിപ്പിക്കാണ്ട് പറയാനുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ പൊതുവെ സാധാരണയായിട്ട് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു സംഭവമാണ് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് കൺട്രിയാണ് ഖത്തർ എന്നുള്ളത്. അപ്പൊ ആക്ച്വലി പറയുകയാണെങ്കിൽ അത് ഖത്തറിന്റെ സമ്പത്ത് കൂടുതലായതുകൊണ്ട് ഖത്തർ റിച്ചസ്റ്റ് കൺട്രി എന്നല്ല അതിന്റെ അർത്ഥം. GDP പെർ ക്യാപിറ്റ വൈസ് നോക്കുമ്പോഴാണ് ഖത്തർ വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായി മാറുന്നത്. GDP പെർ ക്യാപിറ്റ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു സമ്പത്തും ഇവിടുത്തെ ജനസംഖ്യയും വെച്ച്
ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. ആ ഒരു ബേസിസിൽ നോക്കുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യ ഏറ്റവും കുറവായതുകൊണ്ടും ഇവിടുത്തെ സമ്പത്ത് കൂടുതലായതുകൊണ്ടുമാണ് ഖത്തർ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് കൺട്രി ആയി മാറുന്നത്. ഇനി ഖത്തറിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടി നമ്മൾ പാസ്റ്റ് പോകേണ്ടി വരും, ഖത്തറിന്റെ ഹിസ്റ്ററി എടുത്തിട്ട് നോക്കേണ്ടി വരും. അപ്പൊ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് വരെ മിഡിൽ ഈസ്റ്റിൽ വെച്ച് തന്നെ ഏറ്റവും പുവറസ്റ്റ് കൺട്രീസിൽ പെട്ട ഒരു രാജ്യമായിരുന്നു ഖത്തർ. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ കുറച്ച് പാവപ്പെട്ട ആൾക്കാരും വെറും മരുഭൂമികളിൽ ചുറ്റിപ്പെട്ട രാജ്യമായിരുന്നു ഖത്തർ. 1900 മുമ്പ് വരെ ഖത്തറും ബ്രിട്ടീഷിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണെന്നാണ് പറയപ്പെടുന്നത്. 1900 ശേഷം ഇവിടുത്തെ അൽത്താനി എന്ന് പറയുന്ന ഒരു ഫാമിലി ഖത്തറിന്റെ രാജകുടുംബമായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 1913 ജൂലൈ മാസത്തിൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ കാസിം അൽത്താനി എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ രാജാവായി മാറുകയും അന്ന് മുതൽ ഖത്തറിന്റെ മുഖച്ഛായം ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങി. അപ്പൊ ഖത്തർ റിച്ചസ്റ്റ് ആയതിന്റെ ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാൻ പോകുന്നത്. ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുറെ ഉണ്ടാവും, എനിക്ക് കുറച്ചേ അറിയുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം 1938 ഖത്തർ ഇവിടുത്തെ ദുഃഖാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓയിൽ ഫീൽഡ് തുടങ്ങുകയുണ്ടായി. ഏകദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു 9 വർഷം മുമ്പ്. അപ്പോൾ ഓയിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഖത്തർ ഫേമസ് ആയിട്ടുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസിന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഉൽപ്പാദിച്ച് ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഇവരതിനെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന വരുമാനങ്ങളെ വെച്ചിട്ട് ഖത്തർ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. റോഡ് ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, യൂണിവേഴ്സിറ്റീസ് ആവട്ടെ, കുറെ ബിൽഡിങ്സ് ആവട്ടെ, കൺസ്ട്രക്ഷൻസ് ആവട്ടെ, മരുഭൂമിയുടെ ഇടയിൽ വലിയ വലിയ കെട്ടിടങ്ങൾ പണിത്, ഗവൺമെന്റ് കമ്പനീസ് ആവട്ടെ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ മൊത്തമായിട്ട് മാറ്റുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഇവർ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്ട് ചെയ്ത് വരുന്ന വരുമാനങ്ങളൊക്കെ ലോകത്തിന്റെ പല പല വലിയ വലിയ കമ്പനീസിലൊക്കെ മേജർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സാധാരണയായിട്ടും എല്ലാ സ്ഥലത്തു നിന്നും ഇവർക്ക് ഷെയർ വരാൻ തുടങ്ങി, പ്രോഫിറ്റ് വരാൻ തുടങ്ങി. പക്ഷെ ഇവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് അന്നും നിന്നില്ല. പല പല ജയന്റ് കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. അതിൽപ്പെട്ട മേജർ ആയിട്ടുള്ള കുറച്ച് കമ്പനീസ് നമ്മളെ ഫോക്സ് വാഗൻ ആയിക്കോട്ടെ, ഷെല്ല്, പിന്നെ നമ്മളെ ദിനനിത്യ ജീവിതത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന ഊബറിൽ വരെ ഖത്തറിന്റെ മേജർ ഷെയർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാണ്ട് പല രാജ്യത്തുള്ള എയർപോർട്ട്, സീപോർട്ടിലൊക്കെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 1970 കാലഘട്ടങ്ങളിൽ ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും വലിയ 3ാമത്തെ ഒരു ഓയിൽ ഫീൽഡായി ഖത്തർ മാറി എന്നുള്ളതാണ് ഖത്തറിന്റെ ഏറ്റവും വലിയ കിരീടം എന്ന് പറയുന്നത്. ആ ഒരു മേജർ കാരണം കൊണ്ടുകൂടിയാണ് ഖത്തർ റിച്ചസ്റ്റ് കൺട്രിയിൽ ഇടം പിടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഖത്തറിന്റെ രാജാവ് പറയേണ്ടായി, ഇവിടുത്തെ എണ്ണപ്പാടങ്ങൾ വറ്റിപ്പോയാലും ഖത്തർ ചെയ്തു വെച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും തീരുകയില്ല, മറിച്ച് നേടുകയുള്ളൂ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവര് നമ്മൾക്ക് ഊഹിക്കാവുന്നതിനേക്കാളും അപ്പുറത്ത് ഇവര് ഓൾറെഡി ചെയ്തു വെച്ച് എന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ്ട്, അതായത് ക്വീൻ ഓഫ് ഇംഗ്ലണ്ടിന്റെ രാജ്ഞിക്കുള്ള പ്രോപ്പർട്ടീസിനേക്കാൾ കൂടുതൽ ലണ്ടനിൽ ഖത്തറിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഖത്തറിന്റെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ, ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണയായിട്ട് വിസ്തീർണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ നമ്മളെ കേരളത്തിനേക്കാളും ചെറിയൊരു നാടാണ്. കേരളത്തിന്റെ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിന്റെ 1/3 ഭാഗമായ 11,571 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഖത്തറിന്റെ ഒരു വീതി അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ ഖത്തർ മൊത്തമായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി പോപ്പുലേഷൻ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ ഏകദേശം 30 ലക്ഷത്തിന് പോപ്പുലേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 28 ലക്ഷം ആൾക്കാർ മാത്രം ജീവിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഖത്തർ. അങ്ങനെ അതിരുകളില്ലാണ്ട് വളർന്ന് ഖത്തറിന്റെ ഇന്നത്തെ ഒരു നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഏകദേശം $335 ബില്യൺ ആണ്. അതും ഏകദേശം 28-29 ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു കൺട്രിയിൽ. അതിൽ തന്നെ 3 ലക്ഷത്തോളം മാത്രമാണ് ഒറിജിനൽ സിറ്റിസൺസ് ഉള്ളത്. ഒറിജിനൽ സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനിച്ച് ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആൾക്കാർ വെറും 3 ലക്ഷത്തോളം ആൾക്കാർ മാത്രമാണ് ഖത്തറിൽ ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ കൊണ്ടാണ് ഖത്തർ വേറൊരു രാജ്യത്തിനെ എടുത്ത് നോക്കുമ്പോൾ വേറിട്ട് നിൽക്കുന്നത്.
ഗൈസ്, അപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സൂക്ക് വാക്കിഫ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു മാർക്കറ്റിൻ്റെ പണ്ടത്തെ ഒരു രൂപം പെയിൻറ് രീതിയിലാണ് ചെയ്തു വെച്ചേക്കണേ. ഇതേപോലത്തെ കുറേ പെയിൻറ്റുകൾ നമുക്ക് വേറെയും കാണാൻ പറ്റും ഈ സ്ഥലത്തായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബ്ലൂ കളർ റോഡ് കോർണിഷിൻ്റെയും സൂക്ക് വാക്കിഫിൻ്റെ ഇടയിൽ പാസ് ചെയ്യുന്ന ചെറിയൊരു സ്ട്രെച്ചാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ വേ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ റോഡിൽ നിന്ന് റിഫ്ലക്റ്റ് ആകുന്ന ചൂടിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്കിന് പകരമായിട്ട് ബ്ലൂ കളറിൽ ടാറിങ് ചെയ്തേക്കണം. ഇത് എത്രത്തോളം കൺട്രോൾ ആവുമെന്നറിയില്ല, പക്ഷെ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഇതാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിനെ ടാറ്, ഡാമ്പർ എന്നൊക്കെ പറയും. ഡാമ്പർ വൈ. അപ്പോൾ ആടുന്ന് കുറച്ച് നീങ്ങിയിട്ടായിട്ട് നടക്കുമ്പോൾ ഇവിടെ സൂക്ക് വാക്കിഫിൻ്റെ ഒരു ഔട്ടർ റിംഗ് ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പുള്ളറും ഫാമിലി എല്ലാം ആയിട്ട് വന്നിട്ട് ഇരുന്നിട്ട് ചില്ലാക്കുന്ന സ്ഥലം. എതിരിൽ നിങ്ങൾക്ക് പള്ളി പോലെ കാണുന്നത് അത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈബ്രറി. ഇവിടുന്ന് കോർണിഷിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് റോഡ് വഴിയും പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അണ്ടർ പാസ് ഉണ്ട്, അണ്ടർഗ്രൗണ്ടിലൂടെ പാസ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അതിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോയെങ്കിൽ റോഡും സിഗ്നലൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കോർണിഷിലേക്ക് എത്താൻ കഴിയും. ഞാനിപ്പോൾ എൻ്റെ കാല് കാണിച്ചിട്ട് നടക്കുന്ന എന്തുകൊണ്ടെന്നില്ലെങ്കിൽ ഈടാടി പബ്ലിക്കിൽ ക്യാം ഓപ്പൺ ആക്കിയിടാൻ കയ്യിലെ വൈ. ആരാ എൻ്റെ കുടുംബം ഉള്ളത് കൊണ്ട് വയ്യ ക്യാം ഉണ്ടാവില്ല, ക്യാം പിടിച്ച കൈ ഉണ്ടാവില്ല, ചെല്ലാനും വെൻസനേ ഉണ്ടാവില്ല. അപ്പോൾ അതിനും തൊട്ടാണ് ഞാൻ എൻ്റെ കാല് കാണിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട്. ഇപ്പോൾ പാർക്കിങ്ങിൽ കുറേ വണ്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. പാർക്കിങ്ങിൽ പിന്നെ കുതിരേനെ വെക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ആടുന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് പടിപടി ആയിട്ട് മേലോട്ട് കയറിയിട്ട് പോകണം. പിന്നെ വേറൊരു സംഗതി എന്തെങ്കിലും, ഞാൻ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് എല്ലാ വീഡിയോയും വിഷ്വലി ഷൂട്ട് ചെയ്തിട്ടില്ല. അത് കാരണം എന്തെങ്കിലും ടൈം കുറവായതുകൊണ്ട് എടുത്തിട്ടില്ല. ഇവിടെ കുറേ ഏരിയ കാണാനുള്ളതുണ്ട്. അതിപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ആടുന്ന് അങ്ങനെ മേലോട്ട് കയറിയിട്ട് വരുമ്പോഴേക്ക് ഇവിടെ ചെറിയൊരു സൈറ്റ് മാപ്പ് ഉണ്ട്, റൂട്ട് മാപ്പ് ഉണ്ട്. എവിടുന്ന് എങ്ങോട്ട് പോകണം, ഏത് സെക്ഷനിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു സൈറ്റ് മാപ്പ് ഉണ്ട്. ഇതിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഈടെ വന്നിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് എന്തെന്നില്ലെങ്കിൽ ഈടെ കുറച്ചപ്പുറത്തെ ബനാന ഐലാൻഡ് റിസോർട്ട് എന്നില്ലിട്ട് ഒരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ ആടെ നമുക്ക് പോയിട്ട് പാർട്ടി അല്ലെങ്കിൽ കറങ്ങാൻ അല്ലെങ്കിൽ റിസോർട്ട് സ്റ്റേ എല്ലാം ആക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എൻട്രൻസ് ആണ് ഇത്. ഈടെ നമുക്ക് പേയ്മെൻ്റ് എല്ലാം കൊടുത്തിട്ട് രജിസ്റ്റർ ആക്കിയെങ്കിൽ യോറന്നെ ബോട്ട്, യാച്ച് ഇങ്ങനത്തെ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മളവിടെ കൊണ്ടുപോകും. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ ഡെഡിക്കേറ്റ് ആയിട്ട് സംസാരിക്കാം. ഇന്ന് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല. അത് ജസ്റ്റ് വന്നിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് മാത്രം. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലായിട്ട് കുറേ ബോട്ടെല്ലാം പാരാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് ഈ കുറേ ബോട്ടെല്ലാം ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷനിലെല്ലാം ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് കാണലുണ്ട്. അപ്പോൾ എന്ത് സംഗതി എന്നറിയില്ല. ഇത് ഇപ്പം ഇനി കേടായിട്ട് ഇട്ടതാ അല്ല ആയിരിക്കും ബാണ്ടായിട്ട് ഇട്ടതാ അല്ല യൂസ് ആക്കുന്നതാ എന്തു കഥ അറിയില്ല. അപ്പോൾ അത് അറിയണമെന്നില്ലിട്ട് അവിടെ കണ്ട ചെറിയൊരു കുരുട്ട് വഴിയിൽ കൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചകളും കേട്ട വിവരങ്ങളും ഇങ്ങനെയാണ്. അപ്പോൾ ചെറിയൊരു ബൈ കണ്ടിട്ടായിട്ട് അതിൽ നടന്നുകൊണ്ട് പോയിട്ട് നോക്കുമ്പോണ്ട് കുറേ ബോട്ടായിരിക്കും പാണ്ടാണ്ട് റാസി മുദ്ദ കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ KSRTC ഡിപ്പോയിലെല്ലാം കാണുന്നില്ലേ, കുറേ ബസ്സിനെല്ലാം ഇങ്ങനെ റാസി ഇട്ടിട്ടുണ്ട്. അതേപോലെ ബോട്ടെല്ലാം ഇരുന്നിട്ട് വെള്ളത്തിൽ മുണ്ടാണ്ടിരുന്നിട്ട് ഉറങ്ങുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അവസ്ഥ കാണുമ്പോണ്ടല്ലേ നമ്മൾ ഈ തസ്ബി മാല പൊട്ടിയിട്ട് ബേറിയിട്ടാകുമ്പോൾ ഉണ്ടാകുന്നില്ല, അങ്ങനെ തസ്ബി മാല പൊട്ടിയിട്ട് ബേറിയിട്ടുള്ള പോലെ കുറേ ബോട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മളെ സ്വരസ്ഥാനത്തിൻ്റെ കല്ലെല്ലാം പൊട്ടിപ്പോകും. അങ്ങനത്തെ ഒരു ഭീകരമായ കാഴ്ചയാണ് ഞാൻ കണ്ടത് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ട് പോയി. നടക്കാനേലും കുറേ ഉണ്ട്. നേരെ നടന്ന് ഞങ്ങൾ സൗദി ബോർഡർക്ക് എത്തിയാണ്, സൗദി അറേബ്യയിലേക്ക്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയിട്ട് അപ്പോൾ നല്ല 4 മെൻസന്മാരെ കണ്ട്. മെൻസന്മാരെ കുറിച്ചിട്ട് പറയണമല്ലോ, അടിപൊളി മെൻസന്മാർ, നല്ല അടിപൊളി കളറായിട്ടുള്ള മെൻസന്മാർ. അപ്പോൾ ഓരോടെങ്കിലും ഒന്ന് സംഗതി കേട്ടിട്ട് മനസ്സിലാക്കുക. എപ്പോൾ വന്നിട്ട് നോക്കിയിട്ട് പോകുന്ന വാങ്ങില്ലല്ലോ.
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഓറെ കണ്ടിട്ടായിട്ട് ഞാൻ ഓരോട് സംഗതി എന്തെന്നില്ലിട്ട് കേട്ട് ഞാൻ. नहीं कुछ नहीं, वीडियो कर रहे हैं. आप यहाँ काम करते हैं? अच्छा, ये सब ऐसे ही रुका हुआ है, काम नहीं करते हैं? काम करता है. अच्छा, प्राइवेट वाला है, मतलब वो लोग आएगा बाद में यूज़ करेगा, तो पब्लिक के लिए नहीं जा सकता इसमें. हाँ, अच्छा, चलो ओके भाई. पब्लिक के लिए हाँ वो वाला. हाँ आपका नहीं चाहिए? मुश्किल नहीं, मैं नहीं डालेगा. ठीक है भाई, थैंक यू. അപ്പോൾ ചങ്ങായിക്ക് ചെറിയൊരു പേടിയായി പോയി. ഓൻ്റെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് ഇന്ന് വൈറലായി പോകുന്നില്ല. എൻ്റെ പൊന്ന് ബംഗാളി അളിയാ, എന്ത് ഞാൻ ചെല്ലണ്ടേ ഗൈസ്. ഇപ്പൊ നിങ്ങൾ കാണുന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെസ്റ്റ് ബേ അല്ലെങ്കിൽ ഡൗൺ ടൗൺ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു കാഴ്ചയാണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് വളരെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ നമ്മളെ മനസ്സിലുള്ള കുറേ സങ്കടങ്ങളൊക്കെ വിട്ടുമാറി റിലീഫ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് അറിയാണ്ട് കുറേ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ് ഈ കാഴ്ച. അപ്പൊ ഈ കാഴ്ച ഏതായാലും നിങ്ങൾ കണ്ടിട്ട് വരിക, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടും പുതിയ ചാനലായതുകൊണ്ടും അതിൻ്റെതായ എല്ലാ കുറ്റങ്ങളും പോരായ്മകളും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് പരിഗണിക്കുന്നതാണ്. പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനലിനെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ മാത്രം പോയി ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസും സജഷൻസും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജും അയക്കുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസിൽ കാണുന്നത് വരേക്കും ദുനിയാവിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും ഇരുന്നോളി, സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും അടിച്ചു പൊളിച്ചിരിക്കുക. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും, നമസ്കാരം.